എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ നിർമ്മിതികളാണ്. നമുക്ക് എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹമാണ് നിർമ്മിതി എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ചില ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ വരച്ചു പഠിക്കും, പക്ഷെ നമ്മൾ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള ഒരു സംശയം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. എന്നാൽ പിന്നെ ഇനി ആ ഡൗട്ടൊന്നും വേണ്ട, കാരണം അതിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. 9ാം ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ഷൻ വീഡിയോ. അപ്പോൾ കൃത്യമായിട്ട് പെൻസിലും ജോമെട്രി ബോക്സൊക്കെ എടുത്തിട്ട് വരച്ച് തന്നെ പഠിക്കണം. കേട്ടിരുന്നാൽ പോരാ, നന്നായി വരച്ച് പഠിക്കണം. സംശയമുള്ളപ്പോൾ പോസ് ചെയ്യണം, അതേപോലെ റീവൈൻഡ് ചെയ്ത് കാണുകയും വേണം. അപ്പോൾ വരച്ച് മാർക്ക് മേടിച്ചാലോ? എല്ലാം റെഡി അല്ലേ? അങ്ങനെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ. ലെറ്റ്സ് ഗോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 3 നിർമ്മിതികൾ പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലും വരുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരിട്ട് തുടങ്ങാം. അപ്പോൾ പെൻസിലും പേനയും സ്കെയിലും പ്രൊട്രാക്ടറും ജോമെട്രി ബോക്സ് എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ഒരുമിച്ച് വരച്ച് പഠിക്കാം കേട്ടോ. വരച്ച് തന്നെ പഠിക്കണം, കേട്ടല്ല പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ റെഡിയല്ലേ? തുടങ്ങിയാലോ? ചോദ്യം നോക്കാം. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റേഴ്സ്. അതായത് ചുറ്റളവ് 11 സെൻറ്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. എന്താണ് സമഭുജ ത്രികോണം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? എല്ലാ വശങ്ങളിലെ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മളോട് 11 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പറഞ്ഞു. ഒന്നും നോക്കേണ്ട, ഇടവും വലവും നോക്കാതെ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞത് നമ്മൾ ഇടവും വലവും നോക്കാതെ ചെയ്തിരിക്കും. 11 സെൻറ്റിമീറ്റർ വരയും വരച്ചു. ഓക്കെ, പേര് കൊടുക്കട്ടെ. AB എന്ന് പേര് കൊടുത്തു. ശരി, ഇനി നമുക്ക് ത്രികോണമാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ 3 വശവും തുല്യമായിരിക്കണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ത്രികോണത്തിന് എത്ര വശമുണ്ട്? 3 വശങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ വരേനെ എന്ത് ചെയ്യണം? ഈക്വലായിട്ട് 3 ഭാഗങ്ങളായിട്ട് മുറിക്കണം. എത്ര കഷ്ണമാക്കി മുറിക്കണം? 3 ഭാഗങ്ങൾ. 3 കഷ്ണങ്ങൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:1:1 ആയിരിക്കണം. എല്ലാം തുല്യമായിരിക്കണം. അപ്പോൾ നമുക്ക് റേഷ്യോ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ റേഷ്യോ ഉണ്ടാക്കിയെടുത്തു അല്ലേ? 1:1:1. എല്ലാ വശം തുല്യമായതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ റേഷ്യോ കിട്ടിയാൽ നമ്മൾ കൂട്ടി നോക്കും അല്ലേ? 1 + 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 3. ചെറിയ നമ്പറാണ്. ചെറിയ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് സാർ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ഇരട്ടി എടുക്കുക. ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ എടുക്കാം, കുഴപ്പമില്ല. അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇരട്ടി എടുത്താൽ 1 എത്രയാവും? 2 ആവും. 3 എന്ന് പറയുന്നത് എത്രയാവും? 6 ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. നമുക്കിഷ്ടമുള്ള ആംഗിൾ എടുക്കാം. ദെൻ ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ എടുക്കേണ്ടത്? 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇത് 9 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കാം കേട്ടോ. കുറച്ചും കൂടി വരയ്ക്കാൻ എളുപ്പമുണ്ടാവും. ഇനി കൺഫ്യൂഷൻ ആകണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ്. ഓക്കെ, സി അടയാളപ്പെടുത്തി. നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തു? BC വരച്ചു. BC ജോയിൻ ചെയ്തു. ഇനിയോ 2 വീതമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ AC എന്ന് പറയുന്ന വരയിൽ 2 സെൻറ്റിമീറ്റർ, 2 2 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ മുറിച്ചു. 2:2:2 തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 2:2:2. ഇനിയോ? ഇനി നമ്മുടെ സെറ്റ് സ്ക്വയർ രംഗപ്രവേശം ചെയ്യാൻ സമയമായി. സെറ്റ് സ്ക്വയർ എടുക്കുക. എവിടെ വെക്കണം? BCയിൽ നല്ല കൃത്യമായിട്ട് വയ്ക്കുക. BCയിൽ വെച്ചപ്പോൾ ഇവിടെ നോക്കണേ. ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ അറ്റ ഇവിടെ വന്ന് കിടക്കുക അല്ലേ? അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി കയറ്റി അങ്ങ് വെച്ചാലോ? അത് കവറാവുന്ന രീതിയിൽ. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തിട്ട് ഈ വരയിൽ നമ്മൾ കറക്റ്റ് ചേർത്ത് വെക്കണം. ഇങ്ങനെയൊന്നും വെക്കരുത് കേട്ടോ, കറക്റ്റ് ചേർത്ത് വെക്കണം. എന്നിട്ട് സ്കെയിൽ അമർത്തി പിടിക്കുക. ഇതിങ്ങനെ താഴേക്ക് നീക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ 1ാമത്തെ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വരച്ചു. ഇനി ഒരെണ്ണം കൂടി വരയ്ക്കാനുള്ളതുകൊണ്ട് നേരെ താഴോട്ട് കൊണ്ടുവരുവാണ്. 2ാമത്തെ പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ 2ാമത് നമ്മൾ വരച്ചു. അങ്ങനെ നമുക്ക് പാരലൽ ലൈൻസ് കിട്ടി. ഇവിടെ വേണമെങ്കിൽ പേര് കൊടുക്കുക. ABCDE എന്ന് പേര് കൊടുത്തു. ഇത് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 1:1:1 ആയിരിക്കും. 3 ഈക്വൽ ആയിരിക്കും. 3 ഈക്വൽ ഭാഗങ്ങളാണ്. ADൻ്റെ നീളവും DEൻ്റെ നീളവും അതേപോലെ EBൻ്റെ നീളവും എന്താണ്? തുല്യമാണ്. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം വരയ്ക്കാം. വെരി സിമ്പിൾ. Eയിൽ കുത്തുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ B വരെയുള്ള നീളം എടുക്കുക. ഇവിടെ ഒരു ആർക്ക് വരച്ചു. കണ്ടോ? അവിടെ ഒരു ആർക്ക് വരച്ചു, ചാപം വരച്ചു. ദെൻ ഡിയിൽ കുത്തുക. നമ്മൾ നേരത്തെ
ഇതേപോലെ കുത്തിയിട്ട് ഇങ്ങോട്ടുള്ള അളവെടുക്കുകയാണ് ചെയ്തിരുന്നത് അല്ലേ. അവിടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഒരു അളവെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, 3 ഈക്വൽ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, മുറിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ആർക്കിനെ എന്ത് ചെയ്യുക, മുറിക്കുക, കട്ട് ചെയ്യുക. ദെൻ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഞാൻ എഫ് എന്ന് പേര് കൊടുക്കുകയാണ്. ഈ ഡിയും എഫും തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഡിയും എഫും ജോയിൻ ചെയ്യുക, അതേപോലെ എഫും ഇയും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ, ഒരു ത്രികോണം കിട്ടിയില്ലേ. ദിസ് ഈസ് എ റിക്വയർഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമ്മളോട് ചോദിച്ച എന്താണ് സമഭുജ ത്രികോണം ഏതാണ്, എഫ് ഡി ഇ ആണ്, ഇല്ലെങ്കിൽ ഇ ഡി എഫ് ആണ്. ഓക്കെ, ക്ലിയർ? വരച്ച് പഠിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഓക്കെ, അടുത്ത കൺസ്ട്രക്ഷൻ. അടുത്ത ചോദ്യം, ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം വരയ്ക്കണം. ത്രികോണം നമ്മൾ വരച്ചപ്പോൾ ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ടായിരുന്നു, 3 വശങ്ങൾ. സമചതുരത്തിന് ഇല്ലെങ്കിൽ സ്ക്വയറിന് എത്ര വശമുണ്ട്, 4 വശങ്ങൾ. ആ കാര്യം മാത്രമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇടം വലം നോക്കാതെ നമ്മൾ ചെയ്തിരിക്കും. ആദ്യം പറഞ്ഞ കാര്യം എത്രയാണ്, 15 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ നമ്മൾ ഇടം വലം നോക്കാതെ എന്ത് ചെയ്തിരിക്കും, 15 സെൻറ്റിമീറ്ററിൻ്റെ വര അങ്ങ് വരച്ചിരിക്കും. 15 സെൻറ്റിമീറ്ററിൻ്റെ വര നമ്മൾ വരച്ചു. പേര് കൊടുക്കട്ടെ, എ ബി മാത്രമേ ഉള്ളൂ എന്ന് കിടക്കട്ടെ എന്ന് പാവം. ഇനി എന്ത് ചെയ്യണം, ത്രികോണമായപ്പോൾ നമ്മൾ എത്ര ആക്കി മുറിച്ചു, 3 ആക്കി മുറിച്ചു. ഓക്കെ, അപ്പോൾ സ്ക്വയർ ആണെങ്കിൽ എത്ര വശമുണ്ട്, സമചതുരത്തിന് 4 വശങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ 4 ആക്കി മുറിക്കണം. ഓക്കെ, 4 ആക്കി, 1:1:1:1. 4 വശങ്ങളും തുല്യമാണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 1, 2, 3, 4 എന്ന് കിട്ടും. പക്ഷെ 4 വളരെ ചെറിയൊരളവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇരട്ടിയാക്കി എടുക്കാം. ഇരട്ടിയാക്കി എടുത്താൽ എന്തെടുക്കാം, 2, 2, 2, 2, മൊത്തത്തിൽ 8 സെൻറ്റിമീറ്റർ ആണോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എയിൽ നിന്ന് 8 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കാം. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എടുക്കാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നിങ്ങൾക്ക് എന്താണ് 4 ഭാഗമുള്ളത്, 4ൻ്റെ മൾട്ടിപ്പിൾ ഏത് വേണമെങ്കിലും എടുക്കാം. 4 എടുക്കാം, 8 എടുക്കാം, 12 എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, 12 എടുക്കുമ്പോൾ ഈ 2-ന് പകരം എത്ര സെൻറ്റിമീറ്റർ വെച്ചെടുക്കണം, 3 സെൻറ്റിമീറ്റർ വെച്ചെടുക്കണമെന്നേ ഉള്ളൂ. 12 എടുത്ത് ചെയ്ത് നോക്കണോ, 12 എടുത്ത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ അങ്ങനെ ഇരിക്കട്ടെ. 3 ഇരട്ടി എടുത്തു. ഓക്കെ, അപ്പോൾ എത്രയായി, 12 ആയി. എന്നാലും 1:1:1 എന്നാണ് ഇതിൻ്റെ റേഷ്യോ വരിക. അങ്ങനെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യം കൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഞാനിത് ഇവിടെ 12 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. നമ്മൾ വര വരച്ചു. ഇതാ സീനെ അടയാളപ്പെടുത്തി. ബി സി എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ബി സി നമ്മൾ എന്ത് ചെയ്തു, കൂട്ടി വരച്ചു. ബി സി ജോയിൻ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, 3, 3, 3. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. ഉണ്ടോ, 3, 3, 3 എത്രയാണ്, 6, 6, 3 എത്രയാണ്, 9. അപ്പം ഇത്രയും ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി. പി ക്യു ആർ എന്ന് ഞാൻ അതിനകത്ത് പേര് കൊടുത്തു. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. ഇനി എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. സെറ്റ് സ്ക്വയർ എടുത്ത ശേഷം നമ്മൾ ബി സിയിൽ വെച്ചു. ബി സിയിൽ വെച്ച് കുറച്ച് ക്ലിയർ ആക്കി വെച്ചു. ദെൻ നമ്മുടെ സ്കെയിൽ എടുത്തു. സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ കറക്റ്റ് താഴെ പോയി. അങ്ങനെ പോരുത്, കറക്റ്റ് മെല്ലെ കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് ഷാർപ്പ് 6-ലെത്തി. ഇനി സെറ്റ് സ്ക്വയറിൽ അമർത്തി പിടിച്ചു, വരച്ചു. ഓക്കെ, ഇനി ആ വരയിൽ തന്നെ പാരലായിട്ട് നിന്നോട്ടെ. സ്കെയിൽ അമർത്തി പിടിക്കുക. ഇങ്ങനെ വന്നിട്ട് അടുത്ത പോയിന്റിലെത്തി. നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ആ വരയിൽ എത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് സ്ക്വയർ ശകലം മുകളിലോട്ട് കയറ്റി വയ്ക്കാം കേട്ടോ. ഇതിന് പാരലായിട്ട് ഇങ്ങ് പിടിച്ചാൽ മതി. എന്നിട്ട് സ്കെയിൽ അമർത്തി വയ്ക്കുക. ഇങ്ങനെ മൂവ് ചെയ്യുക. കണ്ടോ പിയിലെത്തിയില്ലേ. പിയിലെത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യുക, പിയിൽ കൂടി അടുത്തൊരു വര വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് എന്തായി, 4 ഭാഗങ്ങളായി, 4 ഈക്വൽ ഭാഗങ്ങളായി. ഇനി നമ്മുടെ കോമ്പസ് എടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു വസ്തു, ഇതിന് പേര് കൊടുക്കട്ടെ, PQR STU. ഓക്കെ, നടുക്കുള്ളൊരു ഭാഗം ഞാനിങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, എവിടെ വേണമെങ്കിലും വരയ്ക്കാം. തൽക്കാലം ഞാൻ ST എടുക്കാം. ST എടുത്ത ശേഷം എസ്സിൽ നിന്ന് T വരെയുള്ള നീളം ഞാൻ കോമ്പസിൽ അളന്നെടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. നേരെ താഴെ ഞാനൊരു ചാപം വരച്ചു. ഇനി Tയിലാണ് ഞാൻ കുത്തുന്നത്. Tയിൽ കുത്തിയ ശേം
നേരെ താഴെ എന്ത് ചെയ്തു, അടുത്ത ഒരു ചാപവും വരച്ചു, 2 ആർക്ക് വരച്ചു. നേരത്തെ നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതേപോലെ തന്നെ ടീയിൽ നമ്മൾ വെച്ചു, 90 ഡിഗ്രി മാർക്ക് ചെയ്തു. 90 ഡിഗ്രി മാർക്ക് ചെയ്ത് നമുക്ക് നോക്കണ്ട, 90 ഡിഗ്രി മാർക്ക് ചെയ്തു. നമ്മൾ സ്കെയിലെടുത്തു, അത് വരച്ചു, 90 ഡിഗ്രി വരച്ചോ. ഇനി അടുത്തത് എസ്സിൽ വയ്ക്കുക. എസ്സിൽ വെച്ച ശേഷം കണ്ടോ, കറക്റ്റ് വയ്ക്കണം, വരയിൽ വയ്ക്കണം. വരയിൽ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. അത് തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി വരയ്ക്കുക. ഓക്കെ, കണ്ടോ, നമ്മൾ നേരത്തെ വരച്ച 2 ആർക്കിനെ നമ്മളിപ്പോൾ വരച്ച പുതിയ വര കട്ട് ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടി വരയ്ക്കുക. കൂട്ടി വരച്ചല്ലോ. ഇതാണ് റിക്വയർഡ് സ്ക്വയർ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ക്വയർ നമുക്ക് അങ്ങനെ കിട്ടി. സംഭവം പഠിച്ചോ? ഇനി സ്ക്വയറിന് പകരം ഇനി പെൻറ്റഗൺ എന്നോ ഹെക്സഗൺ എന്നൊക്കെ പറഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഹെക്സഗൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ 6 ആക്കി മുറിച്ച ശേഷം 90 ഡിഗ്രി എടുത്തതിന് പകരം എത്ര ഡിഗ്രി എടുക്കേണ്ടി വരും, 120 ഡിഗ്രി എടുക്കേണ്ടി വരും. 120 ഡിഗ്രി എടുത്തായിരിക്കും വരയ്ക്കേണ്ടത്. ചെയ്ത് നോക്കണം അങ്ങനത്തെ ഒരു ചോദ്യം. അങ്ങനെയെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യം കൂടി ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അങ്ങനത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്ററുള്ള എന്താണ് ആ ചുറ്റളവുള്ള ഒരു ഹെക്സഗൺ നമ്മളോട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെയിലിൽ നമ്മുടെ ബുക്കിലൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ സ്കെയിലിന് മാക്സിമം എത്രയാണ്, 15 സെൻറ്റിമീറ്ററാണ് ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം 20 സെൻറ്റിമീറ്ററൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ കടന്ന് അപ്പുറത്തേക്ക് പോകും, അത് ബുദ്ധിമുട്ടാണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ അതിന് എത്ര വശങ്ങളുണ്ട്, 6 വശങ്ങളുണ്ട്. ഓക്കെ, ഇതെത്രയാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞത്, 20 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. നമുക്കിതിൻ്റെ നേരെ പകുതി എടുക്കാം. ഓക്കെ, 20ൻ്റെ പകുതി എത്രയാണ്, 10. 6ൻ്റെ പകുതി എത്രയാണ്, 3. നമുക്കൊരു കാര്യം ചെയ്യാം, 10 സെൻറ്റിമീറ്റർ വരയ്ക്കാം, എന്നിട്ട് അതിനെ 3 ആക്കി മുറിക്കാം. ഓക്കെ, 2 സെയിം ആയിരിക്കില്ലേ? കാരണം 6 വശങ്ങളുള്ളപ്പോഴാണ് 20 എടുത്തിരിക്കുന്നത്. 3 എണ്ണമാണെങ്കിൽ എത്രയായിരിക്കും, 10 എടുക്കുക. അപ്പോൾ നമ്മൾ 10 സെൻറ്റിമീറ്ററാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, വലിയ വലിയ അളവുകൾ തരുമ്പോൾ നമുക്കിതേ നമ്മുടെ ബുക്കിൽ വരയ്ക്കാൻ വഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 10 സെൻറ്റിമീറ്റർ വരച്ചു. 10 സെൻറ്റിമീറ്റർ വരച്ചു. അതിനുശേഷം പേര് കൊടുത്തു, AB തന്നെ കൊടുത്തു. ഇതിനെ 3 ആക്കി മുറിക്കണം. ഓക്കെ, 10 സെൻറ്റിമീറ്ററിനെ എങ്ങനെ 3 ആക്കി മുറിക്കാം, 1:1:1 ഈക്വലായിട്ട് അല്ലേ? അപ്പം 1 1 2 1 3 ചെറിയ നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇരട്ടി എടുക്കാം, 2 വെച്ചെടുക്കാം അല്ലേ? 2 2 2. അപ്പോൾ എത്ര കിട്ടും, 6 അല്ലേ? 2 + 2 + 2 6 6. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ എന്ത് ചെയ്തു, ആംഗിൾ ഇവിടെ എടുത്തു. ഇതിനൊക്കെ ഒരേ മെത്തേഡാണ് കേട്ടോ. ഇതാണോ, കറക്റ്റ് 6 സെൻറ്റിമീറ്റർ, ഇച്ചിരി കുത്തനെ വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തു, എടുത്ത് വരച്ചു. വേണമെങ്കിൽ നിങ്ങൾക്ക് 9 എടുക്കാം കേട്ടോ, പ്രശ്നമില്ല. 6 സെൻറ്റിമീറ്റർ എടുത്തു. ദെൻ സി അടയാളപ്പെടുത്തി. ഏത് ജോയിൻ ചെയ്തു, നമ്മൾ BC ജോയിൻ ചെയ്തു. BC എന്ത് ചെയ്തു, നമ്മൾ കൂട്ടി വരച്ചു. BC ആയില്ലേ? ഇനി എന്ത് ചെയ്യണം, നമ്മുടെ സെറ്റ് സ്ക്വയറിനെ രംഗപ്രവേശം ചെയ്യിപ്പിക്കണം. BCയിൽ നമ്മൾ സെറ്റ് സ്ക്വയർ കറക്റ്റ്, അതിന് മുമ്പ് മറന്നുപോയി, 2 2 2 അല്ലേ? 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തു. 2 2 4 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തു. പേര് കൊടുക്കാം P&Q. ഇനി സെറ്റ് സ്ക്വയർ എടുക്കുക, BCയിൽ കറക്റ്റായിട്ട് വയ്ക്കുക. അവരുടെ കറക്റ്റ് വെച്ചു അല്ലേ? ദെൻ ഇനി നമ്മുടെ സ്കെയിൽ എടുക്കുക, ഇതിനോട് ചേർത്ത് വയ്ക്കുക. മെല്ലെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ക്യൂവിലെത്തിക്കഴിയുമ്പോൾ, ക്യൂവിലെത്തണം അല്ലേ? എക്സാക്റ്റ് ക്യൂ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ദെൻ വീണ്ടും എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ നമ്മൾ സ്കെയിൽ മുറുക്കെ പിടിക്കുക, താഴോട്ട് കൊണ്ടുവന്ന് അടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ കറക്റ്റ് എത്തട്ടെ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഓക്കെ, എത്തി. ഇനി എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് തുല്യമായിട്ടുള്ള വശങ്ങളാക്കി നമ്മളിതിനെ മുറിച്ചു. ഇനി നമുക്ക് എന്താണ്, ഹെക്സഗണാണ് വരയ്ക്കേണ്ടത്. ഹെക്സഗണിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഇൻറ്റീരിയർ ആംഗിൾ, പിന്നെ എന്താണ് അകക്കോണ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ S6 എന്ന് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കണം. 6 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ വെച്ചു. 6 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ വെച്ച ശേഷം
ഇതാണ് വര കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ എത്ര ഡിഗ്രി എടുക്കുകയാണ്? 0 തൊട്ടാണ് തുടങ്ങണേ. ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന്. ഇവിടെയാണ് വരയ്ക്കാൻ പോകുന്നത്. 0, 10, 20, 30, 40, 50, 60, 110, 120 ഡിഗ്രി മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? 6ൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചു. ഓക്കെ, ഇതേ കാര്യം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എസ്സിലും വരയ്ക്കാൻ പോവാണ്. എസ്സിൽ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പ്രൊട്രാക്ടർ ഞാനിവിടെ വെച്ചു. പ്രൊട്രാക്ടർ കറക്റ്റ് വെച്ച് വരയിൽ തന്നെ വേണം, വരയിൽ നിന്ന് മാറിപ്പോരുത്, വരയിൽ വെച്ചു. അതിനുശേഷം വരയിൽ നിന്ന് അളക്കാണ്. ഇവിടെ നിന്ന് 120 ഡിഗ്രി ഞാൻ അളക്കാൻ വേണ്ടി പോകണം. എവിടെ നിന്ന് അളക്കേണ്ടത്? ഇവിടെ നിന്ന് അളക്കണം. ഇങ്ങോട്ടേക്കാണ് വരയ്ക്കേണ്ടത്. 120 ഡിഗ്രി എടുത്തു. ഓക്കെ, 120 ഡിഗ്രി എടുത്തു. എന്ത് ചെയ്തു? കൂട്ടി വരച്ചു. അപ്പം ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോമ്പസ് എടുക്കാം. ഈ SRൻ്റെ നീളം എടുക്കാം. കണ്ടോ? SRൻ്റെ നീളം കറക്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി കോമ്പസിലെടുത്തു. അതിനുശേഷം നമുക്ക് 6ൽ കുത്താം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്കൊരു ആർക്ക് വരയ്ക്കും. കണ്ടല്ലോ? അതേപോലെ എസ്സിൽ നമ്മൾ കുത്തി. എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയൊരു ആർക്ക് വരച്ചു. ക്ലിയർ? ഇനി ഇവിടെ നോക്കുക. ഞാൻ പേരൊന്നും കൊടുക്കുന്നില്ല, വേണേൽ പേര് കൊടുത്തേക്കാം. T എന്ന് പറയുന്ന പേര് കൊടുത്തു. ഇവിടെ ഞാൻ Q എന്ന് പറയുന്ന, Q ഓൾറെഡി ഉണ്ട് അല്ലേ? നമുക്ക് എന്താ പേര് കൊടുക്കാം? QRST U എന്ന് കൊടുക്കുക. U എന്ന് പേര് കൊടുത്തു. അപ്പം ഞാൻ Tയിൽ കുത്തി. Tയിൽ കുത്തിയ ശേഷം ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഇങ്ങോട്ടേക്ക് ഒരാർക്ക് വരച്ചു. ഓക്കെ, അതേപോലെ യുവിൽ ഞാൻ എന്ത് ചെയ്തു? കുത്തിയ ശേഷം എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് മറ്റൊരാർക്ക് വരച്ചു. ഈ അളവ് എനിക്കറിയാം. ഇത് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, 120 ഡിഗ്രിയിൽ ഞാൻ എടുത്തിട്ട്, സോറി, ഈ അളവ് നമ്മൾ ഇവിടെ നിന്ന് അളന്നെടുത്താണ്, SRൽ നിന്ന് അളന്നെടുത്താണ്. ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ചു. അതുപോലെ തന്നെ തിരിച്ച് ഇവിടെ നിന്ന് കുത്തി ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചു. ഇത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വശമാകും? ഇതാരും കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്താവില്ല? ഹെക്സഗൺ ആകില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരിക്കൽ കൂടി നമുക്കൊരു 120 ഡിഗ്രീൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ Tയിൽ വെച്ചു. Tയിൽ വെച്ച ശേഷം 120 ഡിഗ്രി 0ൽ നിന്ന് ഇങ്ങനെ അളന്ന് 120 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഓക്കെ, 120 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ആർക്ക് ഓൾറെഡി ഇവിടെ കട്ടായിട്ടുണ്ട് അല്ലേ? കട്ടായിട്ടില്ലേ? അവിടെ നമ്മുടെ കോമ്പസ് വയ്ക്കുക. അളവൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? നേരത്തെ വരച്ച ആർക്കിനെ ഒന്ന് കട്ട് ചെയ്യുക. നേരത്തെ ഈ 2 ആർക്ക് നമ്മളിവിടെ വരച്ച് വെച്ചായിരുന്നു അല്ലേ? അതിനെ കട്ട് ചെയ്യുക. ഇനി ഈ കിട്ടിയ പോയിൻറ്റുകളൊക്കെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. നോക്കട്ടെ, അളവ് കറക്റ്റ് അല്ലേ? ഈ അളവ് അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ്. ഇത് കൂട്ടി വരച്ചു. നമ്മളെന്ത് ചെയ്തു? ഇതും കൂട്ടി വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നമുക്കെന്ത് കിട്ടി? ഒരു ഹെക്സഗൺ കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ നമുക്കെന്ത് കിട്ടി? ഒരു ഹെക്സഗൺ കിട്ടി. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഹെക്സഗൺ. ഈ വശങ്ങളൊക്കെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം 20 സെൻറ്റിമീറ്റർ പെരിമീറ്ററുള്ള ഹെക്സഗൺ ആയില്ലേ? ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പെൻറ്റഗണും ബാക്കി കാര്യങ്ങളൊക്കെ വരയ്ക്കാം കേട്ടോ. പെൻറ്റഗൺ ഹെക്സഗണിനൊക്കെ അപ്പുറം വേറെ കാര്യങ്ങളൊന്നും സാധാരണ രീതിയിൽ ചോദിക്കാറില്ല. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായി വരച്ച് തന്നെ വീണ്ടും വരച്ച് തന്നെ പഠിക്കുക. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.